അമേരിക്കൻ ചരിത്രത്തിൽ രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ കൊല്ലപ്പെട്ട പ്രമുഖരായ നേതാക്കളെയും പൊതുവ്യക്തികളെയും കുറിച്ച് പലപ്പോഴും ചർച്ചകൾ നടക്കാറുണ്ട്. ഇക്കൂട്ടത്തിൽ പ്രമുഖനായ യാഥാസ്ഥിതിക പ്രവർത്തകൻ ചാർലി ക്രിക്കിന്റെ വധവും ചേർക്കപ്പെടുകയാണ്. യൂട്ടാ വാലി സർവകലാശാലയിൽ നടന്ന ഒരു പരിപാടിക്കിടെയാണ് കിർക്ക് വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. ഈ കേസിൽ യൂട്ടാ നിവാസിയായ 22 വയസ്സുള്ള ടൈലർ റോബിൻസൺ അറസ്റ്റിലായി. ഡൊണാൾഡ് ട്രംപ്, യൂട്ടാ ഗവർണർ സ്പെൻസർ കോക്സ് എന്നിവർ ഈ കേസിൽ പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ടതോടെ ഈ സംഭവം കൂടുതൽ ശ്രദ്ധ നേടി. അമേരിക്കൻ രാഷ്ട്രീയത്തിലും സാമൂഹിക മേഖലയിലും വലിയ സ്വാധീനം ചെലുത്തിയ പ്രമുഖരുടെ കൊലപാതകങ്ങളും അവയുടെ നിയമപരമായ പ്രത്യാഘാതങ്ങളും ചരിത്രത്തെ പലപ്പോഴും മാറ്റിമറിച്ചിട്ടുണ്ട്. അത്തരം ചില പ്രധാന സംഭവങ്ങളിലൂടെ ഒരു തിരിഞ്ഞുനോട്ടം. അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കൻ 1865 ഏപ്രിൽ 14 വാഷിംഗ്ടൺ DC-യിലെ ഫോർട്സ് തിയേറ്ററിൽ വെച്ച് വെടിയേറ്റ് കൊല്ലപ്പെട്ടു. നടനും കോൺഫെഡറേറ്റ് അനുഭാവിയുമായിരുന്ന ജോൺ വിൽക്സ് ബൂത്ത് ആയിരുന്നു കൊലയാളി. രക്ഷപ്പെടാൻ ശ്രമിച്ച ബൂത്തിനെ പിന്നീട് വിർജീനിയയിലെ ഒരു കളപ്പുരയിൽ വെച്ച് പിടികൂടി. ഏറ്റുമുട്ടലിൽ വെടിയേറ്റ അദ്ദേഹം ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം മരിച്ചു. ഈ കൊലപാതകത്തിൽ പങ്കാളികളായ മറ്റ് 8 പേരെ സൈനിക ട്രിബ്യൂണൽ വിചാരണ ചെയ്തു. ഇതിൽ 4 പേരെ, അതായത് മേരി സറാട്ട്, ലൂയിസ് പവൽ, ഡേവിഡ് ഹൊറോൾഡ്, ജോർജ് അറ്റ്സറോഡ് എന്നിവരെ 1865 ജൂലൈ 7 തൂക്കിക്കൊന്നു. മറ്റ് 4 പേർക്ക് ജയിൽ ശിക്ഷ ലഭിച്ചു. ഇവരിൽ ഡോക്ടർ സാമുവൽ മഡിന് 1869 മാപ്പ് നൽകി. മറ്റൊരു പ്രതിയായ ജോൺ സറാട്ട് ആദ്യം രാജ്യം വിട്ടെങ്കിലും പിന്നീട് തിരിച്ചെത്തി. പക്ഷേ വിചാരണയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. അമേരിക്കയുടെ 20ാമത്തെ പ്രസിഡന്റായ ജെയിംസ് എ ഗാൽഫീൽഡ് 1881 ജൂലൈ 2 വാഷിംഗ്ടൺ DC-യിലെ ഒരു റെയിൽ റോഡ് സ്റ്റേഷനിൽ വെച്ച് ആക്രമിക്കപ്പെട്ടു. അക്രമിയായ ചാൾസ് ജെ ഗിറ്റോ വെടിവെച്ചെങ്കിലും ഗാർഫീൽഡ് ആദ്യഘട്ടത്തിൽ രക്ഷപ്പെട്ടു. എന്നാൽ പരിക്കുകളുമായി ബന്ധപ്പെട്ട അണുബാധ മൂലം അതേ വർഷം സെപ്റ്റംബറിൽ അദ്ദേഹം അന്തരിച്ചു. ഗിറ്റോയെ ഫസ്റ്റ് ഡിഗ്രി കൊലപാതകത്തിന് ശിക്ഷിച്ച് വധശിക്ഷയ്ക്ക് വിധിച്ചു. 1882 ജൂൺ 30 തൂക്കിക്കൊന്നു. 25ാമത്തെ അമേരിക്കൻ പ്രസിഡന്റായ വില്യം മക്കിൻലിക്ക് 1901 സെപ്റ്റംബർ 6 ന്യൂയോർക്കിലെ ബഫലോയിൽ നടന്ന ഒരു പരിപാടിയിൽ വെച്ച് വെടിയേറ്റു. ആക്രമണത്തിന് പിന്നിൽ ലിയോൺ സോൾഗോസ് എന്ന വ്യക്തിയായിരുന്നു. മുറിവുകളെ തുടർന്ന് ഗാംഗ്രീൻ ബാധിച്ച് മക്കിൻലി സെപ്റ്റംബർ 14 മരിച്ചു. സോൾഗോസിനെ ഫസ്റ്റ് ഡിഗ്രി കൊലപാതകത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കുകയും 1901 ഒക്ടോബർ 29 വൈദ്യുത കസേരയിൽ വെച്ച് വധിക്കുകയും ചെയ്തു. 1963 നവംബർ 22 ടെക്സസിലെ ഡാളസിൽ വെച്ച് വാഹനവ്യൂഹത്തിൽ സഞ്ചരിക്കുമ്പോൾ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി കൊല്ലപ്പെട്ടു. ഈ കേസിൽ പ്രധാന പ്രതിയായി കരുതപ്പെട്ടിരുന്നത് ലീ ഹാർവി ഓസ്വാൾഡ് ആയിരുന്നു. എന്നാൽ അദ്ദേഹം വിചാരണ നേരിട്ടില്ല. കൊലപാതകത്തിന്റെ 2 ദിവസത്തിന് ശേഷം പോലീസ് കസ്റ്റഡിയിലായിരുന്ന ഓസ്വാൾഡിനെ നിശാ ക്ലബ് ഉടമയായ ജാക്ക് റൂബി വെടിവെച്ചു കൊന്നു. 1968 ജൂൺ 5 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്കിടെ ലോസ് ഏഞ്ചൽസിലെ അംബാസഡർ ഹോട്ടലിൽ വെച്ച് അമേരിക്കൻ സെനറ്റർ റോബർട്ട് എഫ് കെന്നഡിക്ക് വെടിയേറ്റു. പിറ്റേ ദിവസം തന്നെ അദ്ദേഹം മരിച്ചു. ഈ കേസിൽ സിർഹാൻ എന്നയാളെ ഫസ്റ്റ് ഡിഗ്രി കൊലപാതകത്തിന് ശിക്ഷിച്ചു. അദ്ദേഹത്തിന് ആദ്യം വധശിക്ഷ വിധിച്ചെങ്കിലും പിന്നീട് അത് ജീവപര്യന്തമായി കുറച്ചു. സിർഹാന് പലതവണ പരോളിന് അർഹതയുണ്ടായെങ്കിലും 2022 കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസം അത് നിരസിച്ചു. നിലവിൽ 81 വയസ്സുള്ള സിർഹാൻ ജയിലിൽ കഴിയുകയാണ്. അമേരിക്കൻ പൗരാവകാശ നേതാവായ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ 1968 ഏപ്രിൽ 4 ടെന്നസിലെ മെംഫിസിൽ വെച്ച് വെടിയേറ്റ് മരിച്ചു. ജെയിംസ് എൽ റേ എന്ന കുറ്റവാളിയാണ് ഈ കേസിലെ പ്രതി. ആദ്യം കുറ്റം സമ്മതിച്ചെങ്കിലും പിന്നീട് റേ അത് പിൻവലിച്ചു. 99 വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ട റേ 1977 ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും പിന്നീട് പിടിക്കപ്പെട്ടു. 1998 70-ാം വയസ്സിൽ അദ്ദേഹം ജയിലിൽ വെച്ച് അന്തരിച്ചു. പ്രമുഖ സംഗീത ബാൻഡായ ബീറ്റിൽസിന്റെ സഹസ്ഥാപകൻ ജോൺ ലെനൻ 1980 ഡിസംബർ 8 ന്യൂയോർക്കിലെ അപ്പാർട്ട്മെന്റിന്റെ പുറത്തു വെച്ച് കൊല്ലപ്പെട്ടു. മുൻ ആരാധകനായ മാർക്ക് ഡേവിഡ് ചാപ്മാൻ ആയിരുന്നു കൊലയാളി. വെടിവെപ്പിന് ശേഷം ഇയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല. ചാപ്മാനെ 2ാം ഡിഗ്രി കൊലപാതകത്തിന് ശിക്ഷിച്ചു. 2000 പരോളിന് അർഹതയുണ്ടായിട്ടും അതിനുശേഷം പലതവണയായി പരോൾ നിഷേധിക്കപ്പെട്ടു. 70 വയസ്സുള്ള ചാപ്മാൻ ഇപ്പോഴും ന്യൂയോർക്കിലെ ജയിലിൽ തുടരുകയാണ്. 2025 സെപ്റ്റംബറിൽ 14ാം തവണയും അദ്ദേഹത്തിന് പരോൾ അപേക്ഷ തള്ളി. അമേരിക്കൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഈ കൊലപാതകങ്ങൾ വലിയ മാറ്റങ്ങൾക്കും നിയമപരമായ പരിഷ്കരണങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. ചാർലി ക്രിക്കിന്റെ കൊലപാതകവും അതിനുശേഷം ഉയർന്നു വന്ന വധശിക്ഷ ആവശ്യം പോലുള്ള ചർച്ചകളും ഈ ചരിത്ര സംഭവങ്ങളുടെ ഓർമ്മകൾക്ക് വീണ്ടും ജീവൻ നൽകുന്നു. ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് സമൂഹം എന്ത് ശിക്ഷ നൽകണം എന്നതിനെ കുറിച്ചുള്ള സംവാദങ്ങൾ ഭാവിയിലും തുടരും. ഈ കേസുകളുടെ വിധിന്യായം ഓരോ കാലഘട്ടത്തിലെയും നീതിന്യായ വ്യവസ്ഥയുടെയും സമൂഹത്തിന്റെയും മനോഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നു.